കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ്. ഇന്ന് നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലയിൽ തുടർച്ചയായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലുള്ള വെള്ളക്കെട്ടിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. അഭ്യൂഹങ്ങളിൽ നിറഞ്ഞുനിന്നവരെയെല്ലാം ഒഴിവാക്കിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP തിരഞ്ഞെടുത്തത്. പാർട്ടിയുമായി ഉടക്കി പടിയിറങ്ങിയ ജഗ്ദീപ് ധൻഖറിന് പകരക്കാരനായി തലമുതിർന്ന നേതാവിനെ തന്നെയാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനങ്ങളും ഒട്ടേറെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് CP രാധാകൃഷ്ണൻ. 1957 ഒക്ടോബർ 20 തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമുണ്ട്. RSS, ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്ത് എത്തിയത്. 1974 ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 1996 തമിഴ്നാട് BJPയുടെ സെക്രട്ടറിയായി നിയമിതനായി. 1998 കോയമ്പത്തൂരിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. 1999 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കാലയളവിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടെക്സ്റ്റൈൽസ് ചെയർമാനായി രാധാകൃഷ്ണൻ സേവനമനുഷ്ഠിച്ചു. കൂടാതെ പൊതുമേഖലകൾക്കായുള്ള പാർലമെന്ററി കമ്മിറ്റിയിലും ധനകാര്യത്തിനായുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുംഭകോണം അന്വേഷിക്കുന്ന പ്രത്യേക പാർലമെന്ററി കമ്മിറ്റിയുടെയും ഭാഗമായിരുന്നു. 1997 പ്രധാനമന്ത്രി AB വാജ്പേയിയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു CP രാധാകൃഷ്ണൻ. എന്നാൽ പ്രവർത്തന ശൈലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ രീതിയാണ് പിന്തുടരുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം. ആദ്യ മോദി മന്ത്രിസഭയുടെ സമയത്ത് കൊച്ചി ആസ്ഥാനമായ കയർ ബോർഡിന്റെ ചെയർമാനായിരുന്നു CP രാധാകൃഷ്ണൻ. അന്ന് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ചെയർമാൻ സ്ഥാനമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള രാധാകൃഷ്ണന് ലഭിച്ചത്. ഇന്ത്യയുടെ കയർ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2532 കോടി രൂപയിലെത്തിയത് രാധാകൃഷ്ണൻ ചെയർമാനായിരുന്ന സമയത്താണ്. 2020 മുതൽ 2 വർഷം കേരള BJPയുടെ ചുമതല പ്രഭാരി വഹിച്ചിട്ടുമുണ്ട്. 2023 ഫെബ്രുവരി 18 CP രാധാകൃഷ്ണനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു. അധികാരമേറ്റ് 4 മാസത്തിനുള്ളിൽ അദ്ദേഹം സംസ്ഥാനത്തെ 24 ജില്ലകളിലും സഞ്ചരിച്ച് പൗരന്മാരും ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംവദിച്ചു. തെലങ്കാന ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും അധിക ചുമതല വഹിച്ചു. 2024 ജൂലൈ 31 രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം 1 വർഷത്തിനു ശേഷം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കിരയ്ക്കെ ബീഹാറിൽ നിന്നുള്ള ആളാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷിനെ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ നറുക്കുവീണത് CP രാധാകൃഷ്ണനായിരുന്നു. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. അണ്ണാ DMKയുമായി വീണ്ടും സഖ്യം രൂപീകരിച്ച BJP തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഭരണകക്ഷിയായ DMKയ്ക്കും നടൻ വിജയുടെ TVKയ്ക്കും എതിരെയാണ് അണ്ണാ DMK BJP പോരാട്ടം. CP രാധാകൃഷ്ണനെ DMKയുടെ ഉൾപ്പെടെ പിന്തുണയോടെ വിജയിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ വിശദമാക്കി കാന്തപുരം AP അബൂബക്കർ മുസലിയാർ. യമനിലെ പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കാന്തപുരം പറഞ്ഞു. ഇടപെടൽ നടത്തിയ സമയത്ത് ഓരോ വിവരങ്ങളും സർക്കാരുമായി പങ്കുവച്ചിരുന്നുവെന്നും ആരെയും മറികടന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നും കാന്തപുരം വ്യക്തമാക്കി. യമനിലെ പണ്ഡിതന്മാരും ഞാനുമായി നല്ല ബന്ധമുണ്ട്. അവർ പറഞ്ഞാൽ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയുണ്ട്. ഇസ്ലാം മതത്തിൽ പ്രായശ്ചിത്തം നൽകി മാപ്പ് നൽകുക എന്നൊരു നിയമമുണ്ട്. മാപ്പ് കൊടുക്കുമോ എന്നറിയാൻ യമനിലെ പണ്ഡിതനോട് ആവശ്യപ്പെട്ടു. അവർ ജഡ്ജിമാരോടടക്കം സംസാരിച്ചു. ഈ കേസിൽ എന്താണ് പ്രത്യേക ഉദ്ദേശമെന്ന് യമനിൽ നിന്ന് ചോദിച്ചു. മാനവികത പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും. ഈ മറുപടിയിലാണ് അവർ തയ്യാറായത്. മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ എതിർക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്തവരാണ് ഇസ്ലാം നിയമം. അതാണ് ഇസ്ലാം നിയമം. മനുഷ്യത്വം മാത്രം നോക്കി മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും കാന്തപുരം വിശദീകരിച്ചു. സർക്കാരിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഓരോ ദിവസവും സർക്കാരിനോട് സംസാരിച്ചു. സർക്കാരിനെയോ ആരെയും മറികടന്നൊന്നും ചെയ്തിട്ടില്ല. ആദ്യം വധശിക്ഷ 1 ദിവസത്തേക്ക് നീട്ടി, പിന്നീട് റദ്ദ് ചെയ്തു.
ഞങ്ങളുടെ പണി അതോടെ കഴിഞ്ഞു. ഇനി സർക്കാരാണ് വേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്നാണ് വിശ്വാസം എന്നും കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി മൂലം ചികിത്സ തേടിയ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അണ്ണശ്ശേരി സ്വദേശിയായ ഒരു യുവാവിനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ 2 ആഴ്ചയിലേറെയായി ചികിത്സയിലാണ്. പനി ബാധിച്ചാണ് ആശുപത്രിയിൽ എത്തിയെങ്കിലും സംശയം മൂലം സ്രവ പരിശോധന നടത്തിയപ്പോഴാണ് മസ്തിഷ്ക ജ്വരമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇവരുടെ വീടുകളിലെ കിണർ ജലത്തിൻ്റെതടക്കമുള്ള സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ വധിച്ച കേസിലെ പ്രതി ഉൾപ്പെടെ 6 പേരെ MDMAയുമായി മട്ടന്നൂർ പോലീസ് പിടികൂടി. ചാലോട് മുട്ടന്നൂരിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇവരെ പിടികൂടിയത്. പാലയോട് സ്വദേശികളായ മജ്നാസ്, കെ സഞ്ജയ്, ഏച്ചൂർ സ്വദേശിനി രചന രമേശൻ, ആദിക്കടലായി സ്വദേശി മുഹമ്മദ് റനീസ്, ചെമ്പിലോട് സ്വദേശി സഹദ്, പഴയങ്ങാടി സ്വദേശി കെ ഷുഹൈബ് എന്നിവരെയാണ് പിടികൂടിയത്. സഞ്ജയ് ഷുഹൈബ് കേസിലെ 6ാം പ്രതിയാണ്. ഇവരിൽ നിന്ന് 28.82 ഗ്രാം MDMA, ഇലക്ട്രോണിക് ത്രാസ്, സിബ്ലോ കവറുകൾ, 500 രൂപ നോട്ടുകൾ തുടങ്ങിയവ കണ്ടെടുത്തു. മട്ടന്നൂർ SHO M അനിലിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ P സജീവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ, നിഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേശൻ, നിപിൻ, അതുല്യ, രാജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ നിശ്ചയിച്ച് NDA. ഡൽഹിയിൽ ചേർന്ന NDA യോഗത്തിലാണ് തീരുമാനം. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡയാണ് പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ഉപരാഷ്ട്രപതിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിനായി പ്രതിപക്ഷ നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നഡ്ഡ പറഞ്ഞു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത്, കർണാടക ഗവർണർ താവർ ചന്ദ് ഗെലോട്ട്, സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നീ ഒട്ടേറെ പേരുകൾ പരിഗണനയിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് CP രാധാകൃഷ്ണന് നറുക്കുവീണത്. RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന BJP നേതാവാണ്. നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായ CP രാധാകൃഷ്ണൻ 67. RSS, ജനസംഘം എന്നിവയിലൂടെ പൊതുരംഗത്തെത്തിയ തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ BJP തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ്. കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2020 മുതൽ 2 വർഷം കേരള BJPയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. പ്രഭാരിയാണ്. കയർ ബോർഡ് മുൻ ചെയർമാനാണ്. ഝാർഖണ്ഡ് ഗവർണർ സ്ഥാനത്ത് നിന്നാണ് CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ചുമതലയിലേക്ക് മാറിയത്. തെലങ്കാനയുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു. ജൂലൈ 22-നാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചത്. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് ഹൗസിന്റെ 1ാം നിലയിലാണ് വോട്ടെടുപ്പ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും കോടിക്കണക്കിന് രൂപ അനധികൃതമായി ലഭിച്ചെന്ന ആരോപണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. CPM അധോലോക സംഘമായി മാറിയിരിക്കുകയാണെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് CPM നേതാക്കളിലേക്ക് എത്തുന്നത്. ലോക കേരള സഭ നടക്കുമ്പോഴും മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും വിദേശ പര്യടനത്തിനിടെയും ഇത്തരത്തിൽ പണം എത്തിയിട്ടുണ്ട്. നേതാക്കളുടെയും മക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തെപ്പറ്റിയും ഹവാല ഇടപാടുകളെപ്പറ്റിയും അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിക്കാർ തന്നെയാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ്. രേഖകൾ സഹിതം CPMന്റെ അകത്തു നിന്നാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. മന്ത്രിമാർ ഇടയ്ക്കിടെ ചികിത്സയ്ക്കെന്ന പേരിൽ വിദേശ സന്ദർശനം നടത്തുന്നത് വെറുതെയല്ലെന്ന് ഇപ്പോൾ ബോധ്യമായി. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനുള്ള ഏജൻസികൾ CPMനുണ്ടെന്നത് ഞെട്ടിക്കുന്നതാണ്. സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പണം പോലും വിദേശത്ത് നിന്ന് പിരിക്കുന്നതായി പറയുന്നു. എല്ലാ സാമൂഹിക പ്രകൃതി ചൂഷണ പദ്ധതികൾക്കും ഇടനില നിന്ന് പണമുണ്ടാക്കാനാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. വിദേശ നാണ്യക്കട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വൻതോതിലാണ് പണം അന്യരാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകണം.
അധികാരം ഉപയോഗിച്ചുകൊണ്ട് CPM കൊള്ളയാണ് നടത്തുന്നത്. ലോക കേരള സഭയെല്ലാം പ്രഹസനമായി മാറിയിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് കൊള്ളയടിച്ച പണം എവിടെയൊക്കെയാണ് ചെലവഴിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഈ കാര്യത്തിൽ വിവാദ വ്യവസായിയെക്കുറിച്ചും നേതാക്കൾക്ക് അയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടുകൊള്ള ആരോപണങ്ങളെ വിമർശിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ചു കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മ മാത്രമല്ല, പ്രകടമായ പക്ഷപാതവും പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഒരു വിവേചനവും കാണിക്കുന്നില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങൾ പരിഹാസ്യമാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ആഗസ്റ്റ് 14 സുപ്രീം കോടതി ഉത്തരവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുമോ എന്നും ജയറാം രമേശ് ചോദിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി സസാരാമിൽ നിന്ന് ഇന്ത്യ സംഘത്തിന്റെ വോട്ട് അധികാര യാത്ര ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഒരു വിവേചനവുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇത് വളരെ പരിഹാസ്യമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അർത്ഥപൂർണമായ ഉത്തരം നൽകിയില്ലെന്നത് ശ്രദ്ധേയമാണ്. എക്സ്പോസ്റ്റിൽ ജയറാം രമേശ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വോട്ടുകൊള്ള എന്ന ആരോപണം തെറ്റാണെന്നും വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ പുറത്തുവിട്ടതിലൂടെ രാഹുൽ ഗാന്ധി അവരുടെ സ്വകാര്യത ലംഘിച്ചതാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇത് ഭരണഘടനയെ അപമാനിക്കുന്ന നടപടിയാണെന്നും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നില്ല. വ്യാജ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടുന്നില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. റഷ്യൻ മോഡലും മിസ് യൂണിവേഴ്സ് 2017 മത്സരാർത്ഥിയുമായ സെനിയ അലക്സാന്ദ്രോവ വാഹനാപകടത്തിൽ മരിച്ചു. 4 മാസം മുൻപായിരുന്നു സെനിയയുടെ വിവാഹം. ജൂലൈ 5-നാണ് റഷ്യയിലെ ത്വർ ഓബ്ലാസ്റ്റിൽ വെച്ച് സെനിയ അലക്സാന്ദ്രോവയും ഭർത്താവ് ഇല്യയും സഞ്ചരിച്ച കാറിൽ അപകടംപ്പെട്ടത്. ഭർത്താവാണ് വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ സെനിയ കോമയിലായിരുന്നു. ചികിത്സയ്ക്കിടെ ഈ മാസം 12-ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഭർത്താവിന് നിസാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. സെനിയ അലക്സാന്ദ്രോവയുടെ മോഡലിംഗ് ഏജൻസിയായ മോഡസ് വിവന്റീസാണ് മരണം സ്ഥിരീകരിച്ചത്. നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ മോഡലുമായ സെനിയ അലക്സാന്ദ്രോവ അന്തരിച്ചുവെന്ന വാർത്ത വളരെ ദുഃഖത്തോടെ അറിയിക്കുന്നു. വളരെ കഴിവുള്ളയാളായിരുന്നു സെനിയ. ചുറ്റുമുള്ള എല്ലാവർക്കും പ്രചോദനം നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്കറിയാമായിരുന്നു. അവൾ എന്നും ഞങ്ങൾക്ക് സൗന്ദര്യത്തിന്റെയും ദയയുടെയും പ്രതീകമായി തുടരും. അവളുടെ മരണത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയും അവളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അവളെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു, മോഡൽ ഏജൻസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാർച്ച് 22-നായിരുന്നു സെനിയ അലക്സാന്ദ്രോവയും ഭർത്താവ് ഇല്യയും തമ്മിലുള്ള വിവാഹം. ഇതിന്റെ ചിത്രങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. 2017 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ റഷ്യയെ പ്രതിനിധീകരിച്ച സെനിയ അലക്സാന്ദ്രോവ ആ വർഷത്തെ മിസ് റഷ്യ ജേതാവുമായിരുന്ന മോസ്കോ പെഡഗോജിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അലക്സാന്ദ്രോവ മനഃശാസ്ത്രജ്ഞയുമായിരുന്നു.